Okay, second semester OT and ET General and Behavioral Pathology Unit 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻസ് നോക്കാം. Number 1, stool is mainly composed of. Stool mainly basically waste products ആണ്, metabolic waste product, undiced material ആണ് stool എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. Stool examination helps in intestinal disease എല്ലാം ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സിന് ഡയഗ്നോസ് ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റൂൾ ആണ്. ആൻസർ ബി ആണ്, ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ്. Normal stool pH 7 to 7.5 ആണ്. Slightly alkaline side ആണ്. Okay, ആൻസർ ബി ആണ്. ക്ലീൻ ഡ്രൈ കണ്ടെയ്നർ ഫ്ലൂയിഡ് കളക്ട് ചെയ്യുമ്പോൾ ക്ലീൻ ഡ്രൈ കണ്ടെയ്നർ യൂസ് ചെയ്യുന്നത് വേറെ എന്തെങ്കിലും കണ്ടാമിനേഷൻ വരാതിരിക്കാനാണ്. ആൻസർ ബി ആണ്, അവോയ്ഡ് കണ്ടാമിനേഷൻ. യൂറിൻ കണ്ടാമിനേഷൻ ഇൻ സ്റ്റൂൾ സാമ്പിൾ. സ്റ്റൂളിനകത്ത് യൂറിൻ്റെ കണ്ടാമിനേഷൻ വന്നാൽ അതിനകത്ത് പല ഓർഗാനിസം നശിച്ചു പോകും. പ്രത്യേകിച്ച് ട്രോഫോസോയിഡ്സ് എന്ന് വെച്ചാൽ പ്രോട്ടോസോ ആണ്. ഈ അമീബോ പോലത്തെ ഓർഗാനിസംസ് ആണ്, പ്രോട്ടോസോ ഗ്രൂപ്പിൽ വരുന്നതാണ്. അത് നശിച്ചു പോകും. അതങ്ങനെ കണ്ടാമിനേഷൻ ആവാൻ പാടില്ല. ആൻസർ ബി ആണ്, ഡിസ്ട്രോയ്സ് ഓർഗാനിസംസ്. സ്പെസിമെൻ ഷുഡ് റീച്ച് ലാബ് വിതിൻ. എത്ര സമയത്തിനാണ് ലാബിൽ എത്തിക്കണം സ്പെസിമെൻ? ആൻസർ 30 മിനിറ്റ്സ് ആണ്. കറക്റ്റ് ആൻസർ ബി ആണ്. കാരിബ്ലാർ മീഡിയ ഈസ് യൂസ്ഡ് ഫോർ. അത് ബാക്ടീരിയ ട്രാൻസ്പോർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. അപ്പോൾ ലാബ് ദൂരെയാണെങ്കിൽ നമുക്ക് ലാബിൽ കൊണ്ടുപോകുന്ന സമയം എടുക്കുമെങ്കിൽ നമുക്ക് ഈ മീഡിയത്തിനകത്ത് വെച്ചിട്ട് കൊണ്ടുപോകാം. ആൻസർ ബി ആണ്. റെക്ടൽ സ്വാബ് ഈസ് യൂസ്ഡ് ഫോർ. സ്റ്റൂള് കിട്ടിയില്ലെങ്കിൽ സ്റ്റൂള് നമ്മൾ റെക്ടസിൽ നിന്ന് അല്ലെങ്കിൽ മലദ്വാരത്തിൽ നിന്ന് നമ്മൾ സ്വാബ് എടുക്കാം. അപ്പം ആൻസർ ബി ആണ്, സ്റ്റൂൾ നോട്ട് അവൈലബിൾ. അഡസീവ് ടേപ്പ് മെത്തേഡ്. അഡസീവ് ടേപ്പ് എന്ന് വെച്ചാൽ ചില ഈ വിരയുടെ ശല്യം ഉണ്ടെങ്കിൽ രാത്രിയാകുമ്പം അതിൻ്റെ മുട്ട, അത് ഫീമെയിൽ വേംസ് പുറത്തിറങ്ങി മുട്ട മലദ്വാരത്തിന് ചുറ്റും മുട്ട എങ്ങനെ ഇട്ട് വയ്ക്കും. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ അവിടെ ഒരു ടേപ്പ് ഒട്ടിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ എഗ്ഗിനെ നമുക്ക് പിടിക്കാൻ പറ്റും. അപ്പോൾ എഗ്സ് കണ്ടുപിടിക്കാനാണ് നമ്മൾ അഡസീവ് ടേപ്പ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ആൻസർ ബി ആണ്. ഇൻക്രീസ് സ്റ്റൂൾ എമൗണ്ട് ഇൻഡിക്കേറ്റ്സ്. സ്റ്റൂളിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ അതിനകത്ത് കൊഴുപ്പിൻ്റെ അളവ് കൂടുതലാണ്. അതിന് പറയുന്നത് സ്റ്റിറ്റോറിയ എന്ന് പറയും. കൊഴുപ്പിൻ്റെ അബ്സോർപ്ഷൻ നടക്കുന്നില്ല. ഫാറ്റ് മാലബ്സോർപ്ഷനിലാണ് സ്റ്റൂളിൻ്റെ അളവ് കൂടുതൽ. അപ്പോൾ ആൻസർ ബി ആണ്, സ്റ്റിറ്റോറിയ. പ്യൂട്രിഡ് ഓർഡർ, ഒരു ഭയങ്കര ബാഡ് ആയിട്ടുള്ള സ്മെല്ലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇൻഫെക്ഷൻ ഉണ്ടെന്നാണ്. അപ്പോൾ ആൻസർ ബി ആണ്, സിവിയർ ഡയറിയ. ബ്ലഡ് ഇൻ സ്റ്റൂൾ ഇൻഡിക്കേറ്റ്സ്. സ്റ്റൂളിൽ ബ്ലഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഉള്ളിൽ എന്തെങ്കിലും അൾസറോ ഇൻഫെക്ഷനോ ഉണ്ടെന്നാണ്. ആൻസർ ബി ആണ്. ബ്രൈറ്റ് റെഡ് ബ്ലഡ് സൈസ്. സ്റ്റൂളിൽ ബ്ലഡ് പല കളറിലും വരാം. ചിലപ്പം ഫ്രഷ് ആയിട്ടുള്ള ബ്ലഡ് ആയിരിക്കും, ബ്രൈറ്റ് റെഡ് ആയിരിക്കും. ചിലപ്പോൾ അത് കറുത്തിരിക്കും, അല്ലെങ്കിൽ നല്ല ഡാർക്ക് കളർ ആയിരിക്കും. അപ്പം ഇൻറ്റസ്റ്റൈൻ്റെ ഏത് ഭാഗത്തു നിന്നാണ് ബ്ലഡ് വരുന്നത് അതനുസരിച്ചായിരിക്കും അത് കളർ. ഇപ്പോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഏറ്റവും ലാസ്റ്റ് പോർഷൻ വരികയാണെങ്കിൽ ബ്രൈറ്റ് റെഡ് ആയിരിക്കും. ഇൻറ്റസ്റ്റൈൻ്റെ ഏറ്റവും തുടക്കത്തിൽ വരികയാണെങ്കിൽ അത് ലാസ്റ്റ് വരുമ്പോൾ അതിൻ്റെ കളർ മാറി ഡാർക്ക് ആവും. അപ്പം ബ്രൈറ്റ് റെഡ് ആണെങ്കിൽ അവസാനത്തെ ഇൻറ്റസ്റ്റൈൻ ലാസ്റ്റ് പോർഷനിലുള്ള ബ്ലീഡിങ് ആണ്. ലോവർ ബോവൽ ഇഷ്യൂ ആണ്. ഓക്കെ, അപ്പർ ബ്ലീഡിങ് ആണെങ്കിൽ അത് ഡാർക്ക് കളറായിരിക്കും, ബ്ലാക്ക് കളറായിരിക്കും. താഴെയാണെങ്കിൽ ബ്രൈറ്റ് റെഡ് ആയിരിക്കും. ഉദാഹരണത്തിന് പൈൽസോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ബ്രൈറ്റ് റെഡ് ആയിരിക്കും. അപ്പോൾ ആൻസർ ബി ആണ്, ലോവർ ബവൽ ഇഷ്യൂ. ആൽക്കലൈൻ സ്റ്റൂൾ ലിറ്റ്മസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ സ്റ്റൂളിൽ ആൽക്കലൈൻ കണ്ടന്റ് ഉണ്ടെങ്കിൽ ലിറ്റ്മസ് ടെസ്റ്റ് ബ്ലൂ കളർ ആയിരിക്കും കാണിക്കുന്നത്. ഒക്കൾട്ട് ബ്ലഡ്. ചില സമയത്ത് സ്റ്റൂളിൽ നേരിട്ട് ബ്ലഡ് കാണാൻ പറ്റുന്നില്ല. അപ്പം ചിലപ്പോൾ നമ്മൾ ബ്ലഡ് ഉണ്ടോയെന്ന് ടെസ്റ്റ് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ കാണാൻ പറ്റാത്ത ബ്ലഡിനെയാണ് ഒക്കൾട്ട് ബ്ലഡ് എന്ന് പറയുന്നത്. ഹിഡൻ ബ്ലഡ്. ബെൻസിലിൻ ടെസ്റ്റ്. ബെൻസിലിൻ ടെസ്റ്റ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ബ്ലഡ് ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം അതിനകത്ത് ഗ്രീൻ കളറായിട്ടാണ് വരുന്നത് റിസൾട്ട്. ബെനഡിക്ട് ടെസ്റ്റ് നമ്മൾ ഷുഗർ നോക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. അപ്പോൾ ഗ്ലൂക്കോസാണ് കൂടുതൽ നോക്കുന്നത്, റെഡ്യൂസിങ് ഷുഗർ എന്നാണ് നോക്കുന്നത്. ആൻസർ ബി ആണ്. ബൈൽ ആസിഡ് ടെസ്റ്റ് നമ്മൾ എന്താ കാണിക്കുന്നത്? റെഡ് റിംഗ് ആണ് കാണിക്കുന്നത് ടെസ്റ്റിൽ. അപ്പോൾ അത് പോസിറ്റീവ് ആണെങ്കിൽ റെഡ് ആയിട്ട് കാണിക്കുന്നു. ആൻസർ ബി ആണ്. യൂറോബിലിൻ ടെസ്റ്റിംഗ് കളർ. യൂറോബിലിൻ എന്ന് പറയുന്നത് യൂറിനകത്തുള്ള യൂറിന് കളർ കൊടുക്കുന്ന ഒരു മോളിക്കുളാണ് യൂറോബിലിൻ.
അത് യൂറോബിലിനോജിനിൽ നിന്നുണ്ടാകുന്നതാണ്. യൂറോബിലിനോജിൻ ബിൽഡുബിനിൽ നിന്നുണ്ടാകുന്നതാണ്. അപ്പോൾ യൂറോബിലിനോജിൻ ഓക്സിഡൈസ് ആവുന്നത് യൂറോബിലിൻ ആവുന്നത്. അപ്പോൾ ആൻസർ യൂറോബിലിൻ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ ടെസ്റ്റ് റിസൾട്ട് റെഡ് കളറാണ് വരുന്നത്. ആൻസർ ബി ആണ്. മൈക്രോസ്കോപ്പിക് എക്സാം റിസൾട്ട്സ് നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കുന്നതിനാണ് പാരസൈറ്റ്സോ ഉണ്ടോ എന്നാണ് നോക്കുന്നത്. ആൻസർ ബി ആണ്. സലൈൻ പ്രിപ്പറേഷൻ ഹെൽപ്സ് ടു സ്റ്റൂളിനകത്ത് നമ്മൾ സലൈൻ ഇടുമ്പോൾ അതിനകത്തുള്ള സ്റ്റൂളിനകത്തുള്ള ഓർഗാനിസംസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത് കാണാം. അതിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് പഠിക്കാൻ വേണ്ടിയാണ് സലൈൻ പ്രിപ്പറേഷൻ ചെയ്യുന്നത്. ആൻസർ ബി ആണ്. ഒബ്സർവ് മോട്ടിലിറ്റി. ഐഡിൻ പ്രിപ്പറേഷൻ എന്തിനാണ് നോക്കുന്നത്? അതിനകത്തുള്ള സ്റ്റൂളിനകത്തുള്ള സിസ്റ്റ് എഗ്സൊക്കെ ഷേപ്പ് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഐഡിൻ വെച്ചിട്ട് നോക്കാൻ പറ്റും. അപ്പോൾ സ്ട്രക്ചർ കാണാൻ വേണ്ടിയാണ്. ആൻസർ ബി ആണ്. സ്ട്രക്ചർ വിസിബിലിറ്റി. ഓവ ആൻഡ് പാരസൈറ്റ് എക്സാം ഡിറ്റക്ട്സ്. ഓവയും പാരസൈറ്റ് നോക്കുന്നത് പാരസൈറ്റ് ഇൻഫെക്ഷൻ ഉണ്ടോ നോക്കാൻ വേണ്ടിയാണ്. ആൻസർ ബി ആണ്. വെജിറ്റബിൾ ഫൈബേഴ്സ്. ഫുഡിനകത്ത് വെജിറ്റബിൾ ഉണ്ടാകും. വെജിറ്റബിളിൻ്റെ ഫൈബർ കാണുന്നത് സ്പൈറലായിട്ടാണ് കാണുന്നത്. ആൻസർ ബി ആണ്. സ്റ്റാർച്ച് ഗ്രാന്യൂൾ സ്റ്റെയിൻ. സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ അതിൻ്റെ കളർ വരുന്നത് ആ ടെസ്റ്റ് ഐഡിൻ വെച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കളർ ബ്ലൂ ആയിട്ട് വരും. മസിൽ ഫൈബർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ സ്ട്രൈറ്റഡ് ആണ്. സ്ട്രൈറ്റഡ് മീൻസ് ഇങ്ങനെ അതിൻ്റെ പുറത്ത് ഇങ്ങനെ വരയായിട്ട് ഇങ്ങനെ കാണും. പല വരകളായിട്ട് ഇങ്ങനെ കാണും. ഒരുപാട് വരകളുണ്ടെങ്കിൽ അതിന് പറയുന്നത് സ്ട്രൈറ്റഡ് എന്നാണ് പറയുന്നത്. ആൻസർ ബി ആണ്. ഫ്ലാറ്റ് അപ്പിയേഴ്സ് ആസ് ഫ്ലാറ്റ് ഡ്രോപ്പ് ആയിട്ടാണ് കാണുന്നത്. ആൻസർ ബി ആണ്. പസൽസ് ഇൻഡിക്കേറ്റ്. പഴുപ്പുണ്ടെങ്കിൽ അത് ഇൻഫെക്ഷൻ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. ആൻസർ ബി ആണ്. മൈക്രോഫേജസ് ടൈപ്പ് WBC ആണ്. അത് ഇമ്മ്യൂണിറ്റി ആയിട്ട് റെസ്പോൺസിബിൾ ഉള്ള WBC ആണ്. അപ്പോൾ മൈക്രോഫേജ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടെന്നാണ്. ഇൻഫെക്ഷൻ ഉള്ളപ്പോഴാണ് അത് വരുന്നത്. ആൻസർ ബി ആണ്. RBC ഇൻ സ്റ്റൂൾ ഇൻഡിക്കേറ്റ്സ്. സ്റ്റൂളിനകത്ത് ബ്ലഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടെ ബ്ലീഡിംഗ് ഉണ്ടെന്നാണ്. ആൻസർ ബി ആണ്. എപ്പിത്തീലിയൽ സെൽസ് ഇൻക്രീസ് ഇൻ. എപ്പിത്തീലിയൽ സെൽസ് ഇൻറ്റെസ്റ്റൈനകത്തുള്ള ലൈനിങ്ങിൻ്റെ സെൽസ് ആണ്. അത് ഇൻറ്റെസ്റ്റൈൻ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലാണ് ആ ലൈനിങ്ങിനുള്ള സെൽസ് സ്റ്റൂളിൽ കാണുന്നത്. ആൻസർ ബി ആണ്. ചാർക്കോളിയൻ ക്രിസ്റ്റൽസ് ഇൻഡിക്കേറ്റ്. ചാർക്കോളിയൻ ക്രിസ്റ്റൽസ് എപ്പോഴും കാണിക്കുന്ന ഇസ്നോഫിൽസ് ബ്രേക്ക് ഡൗൺ ആകുമ്പോഴാണ് ചാർക്കോളിയൻ ക്രിസ്റ്റൽസ് ഉണ്ടാകുന്നത്. സാധാരണ ഇസ്നോഫിലിൻ്റെ അളവ് കൂടുന്നത് ഏതെങ്കിലും പാരസൈറ്റിക് ഇൻഫെക്ഷൻ ഉള്ളപ്പോഴാണ് ഇസ്നോഫിലിൻ്റെ അളവ് കൂടുന്നത്. ആൻസർ ബി ആണ്. ട്രിപ്പിൾ ഫോസ്ഫേറ്റ് ക്രിസ്റ്റൽ സീലിംഗ്. സാധാരണ വെജിറ്റബിൾ ഉള്ള ഡയറ്റ് കഴിക്കുന്ന ട്രിപ്പിൾ ഫോസ്ഫേറ്റ് ക്രിസ്റ്റൽസ് കാണുന്നത്. ആൻസർ ബി ആണ്. കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ഇൻഡിക്കേറ്റ് സ്റ്റോൺ റിസ്ക്. കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ആണ് സ്റ്റോൺ ഫോം ചെയ്യാൻ സഹായിക്കുന്നതാണ്. അപ്പം സ്റ്റോണിൻ്റെ റിസ്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റോൺ ഉണ്ടെങ്കിൽ കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ഉണ്ടാവും. ഹിമാറ്റോഡിൻ ക്രിസ്റ്റൽസ് ഇൻഡിക്കേറ്റ്സ് ഹെമറേജ്. ബ്ലീഡിംഗ് ഉള്ളപ്പോൾ ഉണ്ടാകുന്ന ക്രിസ്റ്റൽസ് ആണ് ഹിമാറ്റോഡിൻ ക്രിസ്റ്റൽസ്. അത് ഹെമറേജിനെയാണ് കാണിക്കുന്നത്. ആൻസർ ബി ആണ്. കൊളസ്ട്രോൾ ക്രിസ്റ്റൽസ് ഇൻഡിക്കേറ്റ്സ്. കൊളസ്ട്രോൾ ക്രിസ്റ്റൽസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് രക്തസഞ്ചിയിൽ കല്ലുണ്ടെന്നാണ്. ഗാൽ സ്റ്റോൺസ് അല്ലെങ്കിൽ കൊളിലിത്തിയസിസ് ഉണ്ടെന്നാണ്. ആൻസർ ബി ആണ്. ഈസ്റ്റ് സെൽ ഇൻഡിക്കേറ്റ്സ്. ഈസ്റ്റ് സെൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതൊരു സെൽ ഫംഗസ് ആണ്. അതിനകത്ത് ഫെർമെൻറ്റേഷൻ റിയേഷൻ ഉള്ളപ്പോഴാണ് ഈസ്റ്റ് സെൽസ് ഉണ്ടാകുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്. ഫെർമെൻറ്റേഷൻ. പ്രോട്ടോസോവ ഡിറ്റക്റ്റഡ് ചെയ്യുന്നത് മീൻസ് എൻഡോമോയിബാണ്. കോമൺ ആയിട്ട് കാണുന്ന പ്രോട്ടോസോവ അമീബയാണ്. അമീബയുടെ വേറെ പേരാണ് എൻഡോമോയിബ. എൻഡോമോയിബ കോമൺ ആയിട്ടുള്ളത് പ്രോട്ടോസോവ ആണ്. ആൻസർ ബി ആണ്. ജിയാർഡിയ കോസസ്. ജിയാർഡിയ വേറൊരു ഇൻഫെക്ഷൻ ആണ്. അപ്പോൾ ബി ആണ്. ഇൻറ്റെസ്റ്റൈനൽ ഇൻഫെക്ഷൻ. അതൊരു പ്രോട്ടോസോവ ആണ്. സിസ്റ്റ് ഇൻഡിക്കേറ്റ്. സിസ്റ്റ് എന്ന് വെച്ചാൽ അത് അസുഖം കൊണ്ടു നടക്കുന്ന ആളുടെ ശരീരത്തിലാണ് സ്റ്റൂളിലാണ് സിസ്റ്റുകൾ ഉണ്ടാകുന്നത്. സിസ്റ്റ് ഇൻഡിക്കേറ്റ്സ് എ കാരിയർ സ്റ്റേറ്റ് മീൻസ് അസുഖം ഇല്ല, അസുഖം കൊണ്ടു നടക്കുകയാണ്. അപ്പം ഇൻഫെക്ഷൻ വരാൻ സാധ്യത ഒരാളാണ്, അയാളുടെ നിന്ന് മറ്റൊരാൾക്ക് ഇൻഫെക്ഷൻ പകരും. ആൻസർ ബി ആണ്. കാരിയർ സ്റ്റേറ്റ്. ഹോട്ട് സ്റ്റൂൾ എക്സാമിനേഷൻ ഡൺ വിത്ത്. ഹോട്ട് സ്റ്റൂൾ എക്സാമിനേഷൻ വിതിൻ എത്ര സമയത്തിന് ചെയ്യണം? 20 മിനിറ്റിനകം തന്നെ അത് ചെയ്തിരിക്കണം. എങ്കിൽ അതിനകത്തുള്ള ഓർഗാനിസത്തിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുള്ളൂ.
ആൻസർ ബി ആണ്. സലൈൻ റൊട്ടേഷൻ ടെക്നിക്. നമ്മൾ സലൈൻ ഒഴിച്ചിട്ട് നോക്കുന്നത് എന്തിനാണ്? നമുക്ക് അതിനകത്ത് എഗ്സും സിസ്റ്റൊക്കെ മുകളിലോട്ട് വന്ന് കിടക്കും. അപ്പം ബാക്കിയെല്ലാം താഴെ പോകും. അപ്പം കോൺസെൻട്രേഷൻ അറിയണമെങ്കിൽ, പാരസൈറ്റിലെ കോൺസെൻട്രേഷൻ അറിയണമെങ്കിൽ നമ്മൾ സലൈൻ ഇട്ട് കഴിഞ്ഞാൽ എഗ് സിസ്റ്റൊക്കെ മുകളിൽ വരും. അതിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് അറിയാൻ പറ്റും. ആൻസർ ബി ആണ്. നോർമൽ സ്റ്റൂൾ കളർ ബ്രൗൺ ആണ്. ഫൗൾ ഓർഡർ, ബാഡ് സ്മെല്ല് വരുന്നത് ഇൻഫെക്ഷനിലാണ്. സ്റ്റൂൾ കൺസിസ്റ്റൻസി, സ്റ്റൂളിൻ്റെ കട്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിനകത്ത് വെള്ളം എത്ര അബ്സോർബ് ചെയ്യുന്നതനുസരിക്കും. ആൻസർ ബി ആണ്. ക്ലിനിക്കൽ സ്റ്റൂൾ എക്സാമിനേഷൻ ഡിറ്റക്ട്സ് ഡൈജസ്റ്റീവ് ഡിസോർഡർ. ഇൻറ്റസ്റ്റൈനിലുള്ള എന്തെങ്കിലും അസുഖത്തിലാണ് സാധാരണ സ്റ്റൂൾ എക്സാമിനേഷൻ ചെയ്യുന്നത്. എലൈസ ടെസ്റ്റ് ഡിറ്റക്ട്സ് ആൻറ്റിമോബ. എലൈസ ഒരുപാട് തരത്തിലുള്ള ടെസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എലൈസ മീൻസ് എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻ്റ് ടെസ്റ്റിനുള്ള ടെസ്റ്റാണ്. ഇതിനകത്ത് ആൻറ്റിമോബയുടെ ആൻസർ ബി ആണ്. ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഫൈനൽ സ്റ്റെപ്പ് എന്താണ്? ഫൈനൽ സ്റ്റെപ്പ് എല്ലാ ടെസ്റ്റ് റിസൾട്ട് അപ്പോൾ തന്നെ എഴുതി വെക്കണം എന്നുള്ളതാണ് റിപ്പോർട്ട് ഫൈൻഡിങ്സ്. ഇനി എസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയിട്ട് ഇതിൻ്റെ നോട്ട്സ് സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടാക്കിയിട്ട് അത് പഠിക്കുക. ഓക്കെ, നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്.